കോച്ചായിട്ട് നമ്മൾ ഇടയ്ക്ക് ഇടിച്ചു നോക്കും പക്ക. അപ്പൊ ആ സമയത്ത് കിട്ടും, കൊടുക്കും. രണ്ടുമുണ്ട്. ഈ ഇതൊക്കെ ഗാർഡ് അത് ഗാർഡ് ചോര വരല് ഇതിന്റെ ഇടയിൽ ഉണ്ടായോ? ഇല്ലില്ല, ചോര വരുന്ന പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കുള്ള ഇടിയടിയൊന്നും ആയിട്ടില്ല? തലക്കിട്ട് ഇടി മറ്റേ അത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മൂക്കിന് ഒരെണ്ണം കിട്ടിയായിരുന്നു നല്ലത്. അത് ഷൂട്ടിന്റെ ഇടയിൽ. അത് പക്ഷെ നമ്മുടെ പൊന്നീച്ച ഉറക്കാന്ന് പറയില്ലേ, ഇടി കൊണ്ടിട്ട് ഞാൻ ഓടി. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് എന്താ, അതായത് എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് കൃത്യമായിട്ടും ഇവിടെ മൂക്കിലേക്ക് ലാൻഡ് ചെയ്തു. ഭാഗ്യത്തിന് ചോരയൊന്നും വന്നില്ല. അതേപോലെ തന്നെ ഞാൻ തിരിച്ച് ഇതേപോലെ തന്നെ ശരിക്കും ഇടിക്കണ സീൻ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഇടിച്ചിട്ട് ആ പയ്യൻ്റെ കിളി പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി സെറ്റായത്. അവൻ ഓടിപ്പോയില്ല. അവന് ഓടാൻ പറ്റിയിട്ട് നിലത്ത് വീണു. അവൻ നല്ല ഇടിയായിരുന്നല്ലേ? നല്ല ഇടി എനിക്കും കിട്ടി. അടുത്തതും ആക്ഷൻ സിനിമകളാണോ താങ്കൾ ചിന്തിക്കുന്നത്? നമ്മൾ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഈ ഒരു പോക്കും? അല്ല, ആക്ഷൻ ഉണ്ട്, ആക്ഷൻ മാത്രമല്ല. അതുപോലെ അന്നത്തെ ആള് ഇത്രയും ശരിക്കും അഭിനയത്തിൽ മെച്യൂരിറ്റി വരുന്നുണ്ട്, കാഴ്ചപ്പാടുകൾ സിനിമ ചൂസ് ചെയ്യുന്നതിൽ മെച്യൂരിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ വരുന്ന സിനിമകൾ ഒത്തിരിയും ആക്ഷൻ പാക്ഡ് ആയിട്ടാണോ? പ്രത്യേകിച്ച് RDX കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വിജയം കൂടെ കഴിയുമ്പോൾ കഥകൾ കൂടുതലും അങ്ങനെ വരണത്. പക്ഷെ എന്നാലും വേറെ ടൈപ്പും വരുന്നുണ്ട്. ഒരു 2 സിനിമകൾ ഇപ്പം അതിനിടയിൽ വന്ന സിനിമകൾ ഈ പ്രണയവും കോമഡി ഇത്രയും വർക്ക് ആവാഞ്ഞപ്പം ഇപ്പം അങ്ങനെ സിനിമകൾ വന്നു കഴിയുമ്പോൾ പേടിയായോ? നമുക്ക് യൂഷ്വലി നമുക്ക് വർക്ക് ആവാണ്ടാവുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ വരും. പക്ഷെ എന്നാലും നമുക്ക് പുതിയതൊന്ന് ട്രൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യണം, ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ. ഐ മീൻ പ്രൊഡ്യൂസർക്കൊന്നും. ദാവീദിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ബോക്സിങ് ചെയ്യാന്ന് പറയുമ്പോൾ അതിന് ബോക്സിങ് ലൈസൻസും പരിപാടിയൊക്കെ വേണ്ടേ? അതൊക്കെ എടുത്തോ? അതിൻ്റെ ലൈസൻസിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഇറങ്ങാം, ഫൈറ്റിന് ഇറങ്ങാം. പ്രൊഫഷണൽ ഇറങ്ങാം. അപ്പോൾ ഈ ക്രിക്കറ്റിൻ്റെ കൂടെ അതും തുടങ്ങും? എൻ്റെ പെണ്ണ്, ഞാൻ ഇടയ്ക്കൊക്കെ നമുക്ക് വിശ്വസ്തരായ ആളുകളുടെ കൂടെ വേണമെങ്കിൽ മാച്ചിന് ഇറങ്ങാം. പക്ഷെ ചില കിളി പോയ ആൾക്കാരോടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ഇടിച്ച് റൊട്ടിയാക്കും നമ്മൾ കേട്ടിട്ടുണ്ട് സ്ട്രെസ് കളയാനായിട്ട് ബോക്സിംഗ് റിങ്ങിൽ കയറി ഇടിക്കുന്നതൊക്കെ ഭയങ്കര നല്ല പരിപാടിയാണ്. നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒറ്റയ്ക്കൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യണത് നല്ല സ്ട്രെസ് കളയാൻ നല്ലതാണ്. വേറെ ഉള്ളവരുടെയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്ട്രെസ് ചിലപ്പോൾ നമ്മുടെ മേത്തായിരിക്കും തീർക്കുക. മൂക്കിന് കിട്ടിയാലും വളഞ്ഞിട്ടില്ല, ഇനി ഞാനായിട്ട് വളയ്ക്കുന്നില്ല. കിട്ടുമ്പോൾ മനസ്സിലാവുള്ളൂ അതിൻ്റെ സുഖം എന്താണെന്നുള്ളത്. ഇങ്ങനത്തെ സ്ട്രെസ്സുള്ള പണിക്കൊന്നും ഞാൻ പോയില്ല. ഈ സിനിമ തുടങ്ങിയിട്ട് ബോക്സ് ചെയ്ത് കുറഞ്ഞതാണോ അതോ അതിന് മുന്നേ തന്നെ ബോഡി സെറ്റാക്കി? അതിന് മുമ്പ് ഒരു 2 മാസം ഞങ്ങൾ പ്രോപ്പറായിട്ട് ബോക്സിങ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഡയറ്റ്, ജിം വർക്കൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2 മാസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസം 30 ദിവസം എന്തോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട്, അങ്ങനെ